തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് നിത്യവും കടിയേൽക്കുമ്പോഴും നഗരസഭ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടി. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനായി സെക്രട്ടറിക്ക് ഉപയോഗിക്കാവുന്ന 147-148 വകുപ്പുകളും അനിമൽ ബർത്ത് കൺട്രോൾ സിസ്റ്റവും പ്രയോഗത്തിലില്ലെന്നും ആം ആദ്മി പാർട്ടി ജില്ലാധ്യക്ഷൻ ടി വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നുണ്ടെന്നും 52 വാർഡുകളുള്ള നഗരസഭയിൽ 48 വളർത്തുനായ്ക്കൾക്ക് മാത്രമാണ് നഗരസഭ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് നൽകിയിട്ടുള്ളതെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. 300-400-ലധികം അനധികൃത മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളുണ്ടെന്ന് നഗരസഭ തന്നെ പറയുന്നുണ്ട്. ചില 100-ലധികം ഉണ്ടോ? അപ്പൊ അത്രയും അനധികൃത മാലിന്യ കേന്ദ്രങ്ങൾക്ക് ചുറ്റും ഈ തെരുവ് പട്ടികൾ ഇഷ്ടംപോലുണ്ട്. ഒരു 100 തെരുവ് പട്ടി വെച്ചിട്ട് ഒരു 52 വാർഡിനകത്ത് എത്രയും ABC നടപ്പിലാക്കിയത് 2023-24 കാലത്ത് വെറും 325 തെരുവ് പട്ടികൾക്കാണ് ABC അത് വിധേയമായ ABC പ്രോഗ്രാമിനനുസരിച്ച്. അത് 24-25 വന്നപ്പോൾ അത് വെറും 187 ചുരുങ്ങിയതാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നോക്കണം. 2 വർഷത്തെ കാലമാണ്. സെക്രട്ടറി 437 കൃത്യമായിട്ട് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല, 438 ഉപയോഗിക്കുന്നില്ല, ABCയും ഇവിടെ കൃത്യമായി നടപ്പിലാക്കുന്നില്ല. 163 നായകൾക്ക് മാത്രമാണ് മൃഗസംരക്ഷണ വകുപ്പ് പേവിഷബാധ കുത്തിവയ്പ് നൽകിയിട്ടുള്ളത്. 2023-24 325 നായകളിൽ ABC നടപ്പിലാക്കിയെങ്കിൽ 2024-25 187 നായ്ക്കളായി ചുരുങ്ങി. 52 വാർഡുകളുടെ മാലിന്യ നിക്ഷേപമാണ് തെരുവുനായ്ക്കളുടെ വിഹാരകേന്ദ്രമായി മാറിയിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറിക്ക് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കാമെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണെന്നും വേണുഗോപാൽ ആരോപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷാകുമാരി, ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്പ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.